തീക്കാറ്റുപോലെ വേഗത്തിൽ ദ്വാക്കുത്തരം കിട്ടാൻ ഈ 9 കാര്യം ശ്രദ്ധിച്ച് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ഈ ഒരു ആയത്തും ഉൾപ്പെടുത്തി ദ്വാ ചെയ്യും. ദ്വാക്ക് തീക്കാറ്റു വേഗത്തിൽ ഉത്തരം കിട്ടും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് ഖാലിഖുൽ അനാം വറാസിഖുൽ ലവാം വഖാസിമുൽ അഖ്സാം. സ്വലാത്തു വസ്സലാം അലൻ നബിയിൽ ഇമാം വഅലാ ആലിഹിൽ ബററത്തിൽ കിറാം വഅഫ്ദലി തഹ്യത്തി വസ്സലാം. ഏത് ആയത്ത് ഓതിട്ടാണ് ദുആ ചെയ്യേണ്ടതെന്നും ഈ 9 കാര്യങ്ങൾ ഏതാണെന്ന് നോക്കാം. അത് ഖുർആനിനും ഹദീസിനും പഠിപ്പിച്ച ആയത്ത് 9 കാര്യങ്ങളാണ്. അതിൽ ഒന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല പറയുന്നു, വമാ ഉമിറു ഇല്ലാ ലിഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. ഇത് ഒന്നാമത്തെ നിബന്ധനയാണ് ദുആ. ദുആ എന്ന് പറയുന്നത് ഒരു ഇബാദത്താണ്. വമാ ഉമിറു ഇല്ലാ ലിഅബ്ദുല്ലാഹ്, അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടിട്ടില്ല ഇഖ്ലാസോട് കൂടിയല്ലാതെ. ദുആ മുഖൽ ഇബാദ, ദുആ ഇബാദത്താണ്. അപ്പം എങ്ങനെയായിരിക്കണം ദുആ? ഇഖ്ലാസോട് കൂടിയായിരിക്കണമെന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്ന ഒന്നാമത്തെ ഷർത്ത്. ഇഖ്ലാസോട് കൂടി നാം ദുആ ചെയ്യണം. നമ്മുടെ ദുആ സ്വീകരിക്കാൻ ഈ കാറ്റ് പോലെ വേഗത്തിൽ ഉത്തരം കിട്ടാൻ വേണ്ടി ഈ ഒരു ഇസ്മിൻ ചൊല്ലി ദുആ ചെയ്താൽ ഉത്തരം ഉറപ്പാണ്. രണ്ടാമത്തത് ഗൗരവമാണ്. ഒരുപാട് സംഭാവനയ്ക്ക് കൊടുക്കുന്നു, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. എന്നാൽ മുത്തായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വമത്അമുഹു ഹറാമൻ ഫഅന്ന യുസ്തജാബു. അവൻ്റെ ഭക്ഷണം ഹറാമാണ്, അവൻ ധരിച്ചത് ഹറാമാണ്, അവൻ്റെ എല്ലാം ഹറാമാണ്. പിന്നെ എങ്ങനെ ദുആക്ക് ഇജാബത്ത് കിട്ടും? ദുആക്ക് ഇജാബത്ത് കിട്ടണമെങ്കിൽ നിൻ്റെ ഭക്ഷണവും നിൻ്റെ പാർപ്പിടവും എല്ലാം ഹലാലായിരിക്കണം. അങ്ങനെ ഹറാമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ വിഷമിക്കണ്ട, ദുഃഖിക്കണ്ട. ഇസ്തിഗ്ഫാർ പറഞ്ഞ് അള്ളാഹുവിനോട് തൗബ ചെയ്തുകൊണ്ട് ഇനി മുതൽക്ക് ഹലാലാക്കാൻ ശ്രദ്ധിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. രണ്ടാമത്തെ ഷർത്ത് മുത്തായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിലൂടെ പഠിപ്പിച്ചതാണ്. മൂന്നാമത്തെ ഷർത്ത് ഹൃദയം സാന്നിധ്യം. ഉദ്ഉല്ലാഹ് വഅൻതും മൂഖിനീന ബിൽ ഇജാബ വഅലമു അന്നല്ലാഹ ലാ യുസ്തജാബു ദുആഅൻ മിൻ ഖൽബി ഗാഫിൽ ലഹ് എന്നാണ് ഹദീസുള്ളത്. ഉദ്ഉല്ലാഹ്, അള്ളാഹുവിനോട് ദുആ ചെയ്യണം. എങ്ങനെ? മനസ്സാന്നിധ്യത്തോടു കൂടി. വഅലമു, അറിയുക, അന്നല്ലാഹ, നിശ്ചയം അല്ലാഹു, ലാ യുസ്തജാബു ദുആഅൻ മിൻ ഖൽബി ഗാഫിൽ, ഒരു അശ്രദ്ധയായ രീതിയിലാണ് ദുആ ചെയ്യുന്നത്. പള്ളിയിലൊക്കെ കാണുന്നില്ലേ, ഇമാം ദുആ ചെയ്യും, മാമൂമിങ്ങൾ എല്ലാവരല്ല, ചില ആളുകൾ ഗാഫിലീങ്ങളാണ്, അശ്രദ്ധയിൽ ആമീൻ ആമീൻ എന്ന് പറയും. വെള്ളിയാഴ്ച ഖുതുബയിൽ 40 മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലമാണ്, ദുആക്ക് ഇജാബത്തുള്ള സ്ഥലമാണ്. എന്നാലും അവിടെയും മാമൂമിങ്ങൾ, അവിടെയും കൂടിയ ആളുകൾ ഒക്കെ, ചില ആളുകളൊക്കെ ഗഫലത്തിൽ ആമീൻ പറയും. തീർച്ചയായും ദുആക്ക് ഇജാബത്ത് കിട്ടില്ല. മനസ്സാന്നിധ്യത്തോടു കൂടിയായിരിക്കണം ദുആ ചെയ്യേണ്ടത്. അത് മൂന്നാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം. നാലാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം, ദുആ ചെയ്യുന്നതിന് മുമ്പ് അള്ളാഹുവിനെ പ്രശംസിക്കുക, മുത്തായ റസൂലിന് മേൽ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളതാണ്. പെട്ടെന്ന് ദുആ ചെയ്യലല്ല. പക്ഷേ ആദ്യം അള്ളാഹുവിനെ പ്രശംസിക്കണം, പിന്നെ നബിയുടെ മേൽ സ്വലാത്ത് പറയണം, എന്നിട്ടായിരിക്കണം ദുആ. ഇദാ ദാ അഹദുക്കും, നിങ്ങൾക്ക് ഒരാൾ ദുആ ചെയ്യുകയാണെങ്കിൽ ഫല്യദ്ഉ ബിതഹ്മീദില്ലാഹ്, അള്ളാഹുവിനെ ആദ്യം സ്തുതിക്കണം. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറക്, ഏതോ ആവട്ടെ, അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാലും മതി. അങ്ങനെ അള്ളാഹുവിനെ സ്തുതിക്കുക. സുമ്മ സ്വലാത്തു അലൻ നബി സ്വല്ലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മേൽ സ്വലാത്ത് പറയാം. നമുക്കറിയുന്ന ഏതെങ്കിലും സ്വലാത്ത് പറയാം. സുമ്മ ലിയദിൽ ബഅദഹു, പിന്നെ ദുആ ചെയ്യുക. ഇതാണ്. അപ്പോൾ അള്ളാഹുവിനെ സ്തുതിക്കുകയും നബിയുടെ മേൽ സ്വലാത്ത് പറഞ്ഞതിന് ശേഷമായിരിക്കണം ദുആ. നാലാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം. അഞ്ചാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം, ക്ഷീണം വരാത്ത രീതിയിൽ ദുആ ആവർത്തിക്കുക എന്നുള്ളതാണ്. കൂടുതൽ സഹോദരിമാർ പറയുന്ന ഒരു കാര്യമാണ് ഇത്. അള്ളാഹുവിൻ്റെ റസൂൽ പറയുകയാണ്, ഇസ്തജാബു ലിഅഹദിക്കും മാ ലം യഅജൽ യഖൂലു ദഅവതു ഫലം ഇസ്തജിബ് ലി. ഹദീസിൽ അങ്ങനെ പറയാം, ഞാൻ ഒരു കാര്യം അള്ളാഹുവിനോട് ചോദിക്കും,
എന്നാലോ അത് നമുക്ക് കൃത്യമായി കിട്ടൂല. എന്നാലോ നാം ക്ഷീണിതരാവും, മടിയന്മാരാവും. എത്രയാണ് ചോദിക്കുന്നത്, അള്ളാഹു നൽകുന്നില്ലല്ലോ. അങ്ങനെ ഒരിക്കലും പറഞ്ഞു പോകരുത്. ഇത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കണം. നാം ചോദിക്കുന്ന കാര്യത്തിൽ ക്ഷീണമുണ്ടാകാൻ പാടില്ല. ആവർത്തിച്ച് ചോദിച്ചു നോക്കിയവർക്ക് അള്ളാഹു കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കും അള്ളാഹു നൽകും. എന്തിനാ വെറുതെ ഇങ്ങനെ ദുആ ചെയ്യുന്നത്? അങ്ങനെ ക്ഷീണം പാടില്ല. ദുആയിൽ അള്ളാഹുവിനോട് ചോദിക്കുക തന്നെ വേണം. ആറാമത്, സ്വീകരിക്കപ്പെടുന്ന സമയങ്ങളിൽ ദുആ ചെയ്യുക എന്നുള്ളതാണ്. റസൂൽ പറയുന്നു, അഖ്റബു മാ യകൂനുൽ അബ്ദു മിർ റബ്ബിഹി വഹുവ സാജിദ് ഫഅക്സിറു ദുആ. സ്വീകരിക്കപ്പെടുന്ന ചില സമയങ്ങളുണ്ട്. അത്താഴം സമയം, ഫർദ് നമസ്കാരത്തിൻ്റെ ശേഷമുള്ള സമയം, അങ്ങനെ ബാങ്കിക്കാമത്തുകൾക്കിടയിലുള്ള സമയം, ഇങ്ങനെ സ്വീകരിക്കപ്പെടുന്ന സമയങ്ങൾ ദുആക്ക് വേണ്ടി തിരഞ്ഞെടുക്കണം എന്നുള്ളത് ആറാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം. ഏഴാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം, വല്ലാഹി ഇന്നി ലഅസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി ഫിൽ യൗമി അക്സറ മിൻ 70 മറ. മുത്തായ റസൂല പറയുന്നത്, എന്ത് അത്ഭുതം തോന്നുന്നുണ്ടല്ലേ. ഒരു തെറ്റും ചെയ്യാത്ത ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ദിവസവും 70 അധികം പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ്, അള്ളാഹുവിനോട് പാപമോചനം ചോദിക്കുന്നുണ്ട്. ദുആ സ്വീകരിക്കപ്പെടാൻ ഏഴാമത് ശ്രദ്ധിക്കേണ്ടത് പാവങ്ങളിൽ നിന്ന്, തെറ്റുകുറ്റങ്ങളിൽ നിന്ന് ഒഴിവാവുക എന്നുള്ളതാണ്. തെറ്റുകുറ്റങ്ങളിൽ നിന്ന് ഒഴിവാക്കി ഇസ്തിഗ്ഫാർ പറഞ്ഞ് പിന്നെ ദുആ ചെയ്യുക എന്നുള്ളതാണ്. എട്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല കാര്യത്തിന് ദുആ ചെയ്യുക എന്നുള്ളതാണ്. മാലം യദ ബി ഇസ്മിൻ, അതുപോലെ ഔ ഖത്തിഅത്തുർ റഹ്ം, കുടുംബബന്ധം മുറിക്കാൻ, അതുപോലെ ദോഷകരമായ വിഷയത്തിലേക്ക് ഒരിക്കലും ദുആ ചെയ്യരുത്. ദുആ സ്വീകരിക്കപ്പെടുകയില്ല. ഈ അടുത്തൊരു സഹോദരി കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് എന്നെ വിളിച്ചിരുന്നു. ആ സഹോദരി പറഞ്ഞു, ഉസ്താദെ ദുആ ചെയ്യണം, ഞാൻ രാത്രി ഉറങ്ങിയിട്ടില്ല. അർദ്ധരാത്രിക്ക് ശേഷമാണ് സഹോദരി വിളിക്കുന്നത്. അപ്പോൾ പറഞ്ഞു, എന്ത് കാര്യമാണ്? കാരണം ഇപ്പം നിങ്ങളേതായാലും പ്രാർത്ഥനയിലായിരിക്കാമെന്നറിയാം. കാരണം റമദാൻ 27 ഞാൻ പ്രാർത്ഥിക്കാൻ പറയുന്നത്. എനിക്കൊരു പണം കിട്ടാനുണ്ട്, പ്രത്യേകിച്ച് ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ് പറഞ്ഞു. എവിടെ നിന്നാണ് കിട്ടേണ്ടത്, എപ്പോഴാണ് കടം കൊടുത്തത്, ഇങ്ങനെ ചോദിക്കും. അതല്ല, ഉസ്താദിനോടൊന്നും പറയാൻ പറ്റൂല. ഉസ്താദ് പണം കിട്ടാൻ വേണ്ടി ദുആ ചെയ്യും. ആ പണം കൊണ്ടല്ലാതെ മറ്റൊരു പരിഹാരം എന്നില്ല, അത്രയ്ക്കും കടങ്ങളാണ് എനിക്ക്. എന്ത് പണമാണ് പറഞ്ഞാലല്ലേ മനസ്സിലാവുള്ളൂ, ഏത് പണമാണ് എവിടെ നിന്നാണ് കിട്ടേണ്ടത്. ആ സഹോദരി പറഞ്ഞത്, സഹോദരനല്ല, അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. സഹോദരിമാർ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? സഹോദരന്മാരെ തന്നെ ഞാൻ അത്തരത്തിലുള്ള കാര്യത്തിൽ വിരളം കണ്ടിട്ടുണ്ടാവൂല. എന്നാൽ സഹോദരിമാർ അങ്ങനെ പറയുമ്പോൾ അത്ഭുതം തന്നെയാണ്. ആ സഹോദരി പറഞ്ഞത്, ഞാനൊരു ലോട്ടറി എടുത്തിട്ടുണ്ട്, അതെനിക്കൊന്ന് മറിഞ്ഞു കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണം. ഞാൻ പറഞ്ഞത് ഹറാമല്ലേ? ശരിയാണ്, എനിക്കറിയാം ഹറാമെന്ന്. എന്നാൽ അതല്ലാതെ വേറെ വഴിയില്ല, എനിക്ക് അത്രയും കടങ്ങളാണ്. എങ്ങനെയായി കടങ്ങൾ കുമിഞ്ഞു കൂടിയതെന്ന് ചോദിച്ചപ്പോൾ ആ സഹോദരി പറഞ്ഞു, പല വിധത്തിലുള്ള അസുഖവുമായി പല വിധത്തിൽ പല ആളുകൾ, മന്ത്രവാദികളുടെ ആളുകളെല്ലാം പോയി. അവർ പല രീതിയിലുള്ള പണങ്ങൾ പറഞ്ഞു. ഇത്ര പണം പറഞ്ഞാൽ ഞാനത് ശരിയാക്കി തരാം, ഞാനിത് ശരിയാക്കി തരാം. ഇവിടെ നിന്നെല്ലാം കടം മേടിച്ചു കൊടുത്തതാണ്. കാരണം അത് കൊടുത്തിട്ടൊന്ന് പരിഹാരം കിട്ടിയാൽ പിന്നെ ഞാൻ രക്ഷപ്പെട്ടുവല്ലോ എന്ന്. പക്ഷെ രക്ഷപ്പെട്ടില്ലെന്ന് മാത്രമല്ല, ഈ സഹോദരി കടക്കാരിയായി, വലിയ കടക്കാരിയാണ്. ഇനി രക്ഷപ്പെടാനുള്ള ഒരു വഴി ഇത് മാത്രമേ ഉള്ളൂ. വരെ ഒരാൾക്കും ഇനി ഇത്ര വലിയ ഇത്ര വലിയ പണം നൽകി സഹായിക്കാനോ സഹകരിക്കാനോ ആർക്കും സാധ്യമല്ല. ഇതേ ഒരു വഴിയുള്ളൂ. അപ്പോൾ ഇത് കിട്ടിയേ പറ്റൂ. ഞാനിത് കെട്ടിയതിന് ശേഷം വീണ്ടും ഞാൻ ആവർത്തിക്കില്ല. ഒന്ന് ഈ കടത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മതി. ഹറാമാണ്. ഇത്തരത്തിലുള്ള പ്രാർത്ഥനകൾ അള്ളാഹുവിനോട് നടത്തരുത്. തെറ്റായ വിഷയത്തിൽ പ്രാർത്ഥിക്കുക, അത് പാടില്ല. ഒമ്പതാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ പ്രാർത്ഥന തീർച്ചയായും ഉത്തരം കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി നാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ, റസൂൽ പറയുന്നു, മാമിൻ മുസ്ലിമിൻ യദുല്ലാഹ്, ഒരാളും ഒരു മുസ്ലിമും അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ടില്ല ഇല്ല അതാഹു അഹദിൻ തലാസ്, 3 കാര്യങ്ങൾ അവനിക്ക് നൽകിയിട്ടല്ലാതെ എന്നാണ് ഹബീബ് പറഞ്ഞത്. ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനത്തിൽ ഒന്നെങ്കിൽ ഉടനെ ഉത്തരം കിട്ടും, അതല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദോഷങ്ങൾ പൊറുത്തു തരും, അതല്ലെങ്കിൽ ആഖിറത്തിലേക്ക് അള്ളാഹു നീട്ടിവെക്കും. 3-ൽ ഏതെങ്കിലും ഒന്ന് അള്ളാഹു നമുക്ക് നൽകുക തന്നെ ചെയ്യും. അപ്പോൾ അള്ളാഹുവിനോട് ദുആ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുക. ഏത് ഇസ്മാണ് പറഞ്ഞ് ദുആ ചെയ്യേണ്ടത്? അള്ളാഹ് വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ പറഞ്ഞ ഒരു ആയത്താണ്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുർ റഹ്മാനുർ റഹീമുൽ ഹയ്യുൽ ഖയ്യൂം
അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു റഹ്മാനുർ റഹീമുൽ ഹയ്യുൽ ഖയ്യൂം. ഇത് 100 പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞ് ദുആ ചെയ്യൂ. ഈ വേഗത്തിൽ നമ്മുടെ ദുആക്ക് ഉത്തരം കിട്ടും. ഈ കാര്യങ്ങൾ ഹദീസ് ആയത്തിൽ പറഞ്ഞ, എൻ്റെ വക പറഞ്ഞതൊന്നുമല്ല, ഹദീസ് ആയത്തിൽ പറഞ്ഞ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ദുആ ചെയ്യും. ഉത്തരം ഉറപ്പായി കിട്ടും. അള്ളാഹു നമ്മുടെ സർവ്വ മുറാദുകൾ ഹാസിലാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.